താമസിക്കുന്ന റൂമിന്റെ മുകളിൽ ഇതുപോലെ നമുക്ക് ഇങ്ങനെ കയറി നിൽക്കാട്ടോ. ശരിക്കും ഒരു കേവിന്റെ ഉള്ളിലാണ് നമ്മൾ താമസിച്ചത് നമുക്ക് മനസ്സിലാവും. ഇനിയും ഒരുപാട് കേവ്സ് ഇവിടെ റെഡി ആയിക്കൊണ്ടിരിക്കും. ഞങ്ങൾ അങ്ങനെ അവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ട് നടക്കുമ്പോഴാണ് വേറെ ഗസ്റ്റ് അവിടേക്ക് വരുന്ന കണ്ടത്. താമസിച്ചിട്ട് സൂപ്പറാണ്. ഞങ്ങളോട് താമസിക്കാൻ വന്നത് ആന്റിയുടെ കോട്ടേജാ. സ്വന്തമായിട്ടൊക്കെ വാങ്ങിക്കാൻ പറ്റുമോ? പിന്നെന്താ, വാങ്ങിക്കാമല്ലോ. 2 കോട്ടേജ് വാങ്ങിച്ചിട്ടുണ്ട്. അതിൽ ഒന്നാമത്തെയാണിത്, രണ്ടാമത്തെ ഇവിടെ പണി നടന്നുകൊണ്ടിരിക്കുന്നത്. ശരിക്കും നിങ്ങൾ വാങ്ങിച്ചാണോ? വാങ്ങിയതാണ്. നമുക്കൊന്ന് വാങ്ങിച്ചാലോ? നല്ല റേറ്റ് ആണല്ലേ സ്വന്തമായിട്ടൊക്കെ എടുക്കുമ്പോ? 1 ലക്ഷം രൂപ ഉണ്ടെങ്കിൽ നമുക്കിത് വാങ്ങാം. 1 ലക്ഷം രൂപ അപ്പൊ 1 ലക്ഷം രൂപയുടെ റിസോർട്ടിന് ഓണർ ആവാം. തീർച്ചയായിട്ടും. ഇതൊക്കെ ചുമ്മാ പറയുന്നില്ല, സീരിയസ് ആയിട്ട് തന്നെ പറയുന്നത്. ഇവിടെ 1 ലക്ഷം രൂപയ്ക്ക് ഷെയർ പൈസ ഒരുപാട് വ്യക്തികളുണ്ട്. സിംഗിൾ ആയിട്ടും വാങ്ങിക്കാം, ഗ്രൂപ്പായിട്ടും ഇത് വാങ്ങിക്കാം. അപ്പൊ നമ്മള് റെന്റിന് കൊടുക്കുമ്പോ നമുക്ക് അതിന്റെ റെന്റിനുള്ള ബെനിഫിറ്റ് ഉണ്ടാവും. വേറെ ഇപ്പൊ എന്താ? അതായത് ഇതിനകത്ത് 3 ബെനിഫിറ്റ്സ് ആണ് നമുക്ക് മെയിൻ ആയിട്ട് കിട്ടുന്നത്. ടൂറിസത്തിനുള്ള ബെനിഫിറ്റ്സ് ഉണ്ട്, നമുക്ക് റിയൽ എസ്റ്റേറ്റിൽ നിന്നുള്ള ബെനിഫിറ്റ് ഉണ്ട്, അഗ്രികൾച്ചറൽ ബെനിഫിറ്റ്സ് ഉണ്ട്. അപ്പൊ അതിന്റെ കൂടുതൽ കാര്യങ്ങൾ അറിയണമെങ്കിൽ ഞങ്ങളുടെ കമ്പനിയുടെ ചെയർമാൻ ഇവിടെ എത്തിയിട്ടുണ്ട്. അദ്ദേഹത്തോട് സംസാരിക്കും. എന്തായാലും അറിയണം. പിന്നെ മാളൂട്ടിന് അറിയാത്തത് ലോകത്തിൽ ആരെങ്കിലും ഉണ്ടാവോ? മാളൂട്ടി വൈറലല്ലേ? ഞങ്ങൾ അംഗൻവാടിയിലേക്ക് വെയിറ്റ് ചെയ്തിരിക്കുന്നു. ആണോ? എന്താ അതൊക്കെ ഞങ്ങളിവിടെ 1 ലക്ഷം രൂപയ്ക്ക് റിസോർട്ട് കിട്ടുന്നുണ്ടെന്ന് അറിഞ്ഞിട്ട് ആകെ ഷോപ്പിംഗ് ആയിട്ട് ഇരിക്കുകയാണ്. അപ്പൊ ഡീറ്റെയിൽ ആയിട്ട് കാര്യങ്ങളൊക്കെ സാർ പറഞ്ഞിരുന്നു പറഞ്ഞു. കോട്ടേജ് കാണിച്ചു കൊടുത്തില്ലേ? കാണിച്ചു കൊടുത്തു സാർ. ഓക്കെ, എങ്ങനെയുണ്ട്? ഓ, അടിപൊളിയാണ്. ഓക്കെ, അപ്പൊ ഇതൊരു കേവ് ഡിസൈനിലല്ല? ഇതുപോലത്തെ ഡിസൈൻ വേറെ എവിടെയും കണ്ടിട്ടുണ്ടാവില്ല? ഇല്ല. ഇന്ത്യയിൽ തന്നെ വേൾഡിൽ തന്നെ ഇത്രയും ഒരു കോമ്പൗണ്ടിന്റെ അത് ഇത്രയും പ്രോപ്പർട്ടി ഒരുമിച്ചുള്ള ഏകദേശം 150ഓളം കോട്ടേജസ് ആണ് നമ്മുടെ ഇതിനകത്ത് ഇപ്പൊ കംപ്ലീറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. എന്ന് വെച്ചാൽ ഒരു ദിവസം നമുക്ക് 500 മുതൽ 750 പേരെ ഈ ഒരു പ്രോപ്പർട്ടിക്ക് അകത്ത് നമുക്ക് അക്കോമഡേറ്റ് ചെയ്യാനുള്ള കപ്പാസിറ്റി കഴിയുന്ന സമയത്തല്ലേ? ഓക്കെ. ഒരു പറഞ്ഞില്ല 1 ലക്ഷം രൂപയ്ക്ക് ഇതൊരു പാർട്ണറാൻ പറ്റും എന്നുള്ളത്. അപ്പൊ ഇത് നമ്മൾ ഉദ്ദേശിക്കുന്നത് വെച്ച് കഴിഞ്ഞാല് കുറച്ചധികം പൈസ ഉള്ള ആൾക്കാർക്ക് വേണമെങ്കിൽ ഇത് തനിച്ച് പൈസ കൊടുത്ത് തനിയെ മേടിക്കാം, സ്വന്തമായിട്ട് മേടിക്കാം. ഇതിൽ തന്നെ 4 വാങ്ങിയിട്ടുള്ള ആൾക്കാരുണ്ട് ഇപ്പൊ തനിച്ച്. പിന്നെ അതല്ല, ഇപ്പൊ സാധാരണക്കാരായിട്ടുള്ള ആളുകൾക്ക് കയ്യിൽ 1 ലക്ഷം രൂപയ്ക്ക് കയ്യിലുണ്ടാവും. അവർക്ക് വേണമെങ്കിൽ ഇതുപോലൊരു കോട്ടേജിന്റെ പാർട്ണർ ആവുന്ന ഒരു അവസരം കൂടെ നമ്മൾ കമ്പനി ഒരുക്കിയിട്ടുണ്ട്. ഒരു LLP മോഡൽ രജിസ്റ്റർ ചെയ്തിട്ട് അതിലൊരു പാർട്ണർ ആയിക്കൊണ്ടും നമുക്ക് ഇതിന്റെ ലാഭവിഹിതം കിട്ടുന്ന രീതിയിലാണ് ചെയ്തിട്ടുള്ളത്. മാത്രമല്ല ഈ പ്രോപ്പർട്ടിയുടെ ഭൂമിയുടെ ആധാരം ഈ പാർട്ട്നേഴ്സിന്റെ എല്ലാവരും പേരിലായിരിക്കും രജിസ്ട്രേഷൻ നടത്തുന്നുണ്ടാകും. ഇതിന് 3 ബെനിഫിറ്റ് ഉണ്ടെന്ന് വെച്ച് പറഞ്ഞില്ലേ? 3 ബെനിഫിറ്റ് ഉദ്ദേശം ഒന്ന്, നമുക്ക് ഇതിൽ കിട്ടുന്നത് ടൂറിസം ബെനിഫിറ്റ് ആണ്. ടൂറിസം എന്ന് പറഞ്ഞാൽ വലിയൊരു ഇൻഡസ്ട്രി ആണല്ലോ. കേരളത്തിന് അത്യാവശ്യം ഏറ്റവും കൂടുതൽ വരുമാനം കിട്ടുന്ന ഇൻഡസ്ട്രികളിൽ ഒന്നാണ് ടൂറിസം. ഇതിലൊരു ടൂറിസം ബെനിഫിറ്റ് ഉണ്ട്. രണ്ടാമത് നമുക്ക് അഗ്രികൾച്ചർ ബെനിഫിറ്റ് ഉണ്ട്. സാധാരണ ആൾക്കാർക്ക് കൃഷി എന്ന് പറയുമ്പോൾ ഒരു മനസ്സ് പഠിത്ത പോലെയാണ്. പക്ഷെ ഇപ്പോൾ നമ്മൾ ചെയ്യുന്നത് ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു കൃഷിയാണ്. അതായത് ഇതിൽ 5 സെന്റ് കോമ്പൗണ്ടിലാണ് ഈ കോട്ടേജ് ഇരിക്കുന്നത്. ഈ നമ്മൾ ഈ കാണുന്ന കേവ്, ഈ കോമ്പൗണ്ടിന്റെ അകത്ത് തന്നെ നമുക്കൊരു 16 ചന്ദന മരങ്ങളും കൂടി നട്ടുപിടിപ്പിക്കുന്നുണ്ട്. അപ്പൊ ഈ ചന്ദന മരങ്ങൾ നമുക്കൊരു 10 മുതൽ 15 വർഷത്തിനുള്ളിൽ നമുക്കിത് മുറിച്ച് വിൽക്കാനുള്ള വലിപ്പത്തിലെടുക്കും. ഈ സമയത്ത് നമുക്കിത് മുറിച്ച് വെക്കുമ്പോൾ ഏകദേശം ഒരു 4 കോടി രൂപയോളം നമുക്ക് ഈ ചന്ദന മരത്തിൽ മാത്രം കിട്ടും ഒരു 10 മുതൽ 15 വർഷത്തിനുള്ളിൽ. സിമ്പിളായിട്ട് പറഞ്ഞാൽ മാളൂനൊക്കെ ഒരു 18-19 വയസ്സൊക്കെ ആവുന്ന സമയത്തേക്ക് ഈ ഒരു കോമ്പൗണ്ടിന്റെ അകത്തൊരു 4 കോടി രൂപയോളം നമുക്ക് ചന്ദന മരത്തിൽ മാത്രം കിട്ടും. ഇതാണ് അഗ്രികൾച്ചർ ബെനിഫിറ്റ്. രണ്ടാമത്തെ ഒരു ബെനിഫിറ്റ് ടൂറിസം ബെനിഫിറ്റ്. ടൂറിസം ബെനിഫിറ്റ് എന്ന് പറഞ്ഞാൽ ഈ പ്രോപ്പർട്ടിക്ക് കിട്ടുന്ന കോട്ടേജിന് കിട്ടുന്ന വാടക വരുമാനം. ഇതുപോലെ റൂമിന്റെ അകത്ത് തന്നെ സ്വിമ്മിംഗ് പൂളും വാട്ടർഫോൾസും ഉള്ള ഒരു 4 സ്റ്റാർ കാറ്റഗറിയിൽ വരുന്ന ഇത്തരത്തിലുള്ള ഒരു കോട്ടേജിന് ഏറ്റവും ചുരുങ്ങിയത് ഒരു 40,000-50,000 രൂപയ്ക്കാണ് റെന്റ് സാധാരണ ചാർജ് ചെയ്യുന്നത്. 4 സ്റ്റാർ കാറ്റഗറിയാണ്. പക്ഷെ ഇവിടെ നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ പടിയൊക്കെ പൂർത്തീകരിച്ച് വരുന്നില്ലേ ഉള്ളൂ. അതുകൊണ്ട് ഇപ്പൊ 20,000 രൂപ സ്റ്റാർട്ടിങ്ങിൽ കൊടുക്കുന്നു. എന്നാൽ ഏവറേജ് നമുക്ക് 25,000 രൂപ എന്നുള്ള രീതിയിൽ റെന്റ് പിടിച്ചാൽ തന്നെ നമുക്കൊരു ദിവസം, ഒരു മാസത്തിൽ 15 ദിവസം വാടകയ്ക്ക് പോയുള്ളൂ കണക്കൂട്ട. അപ്പോൾ നമുക്ക് ഏകദേശം ഒരു 3.25 ലക്ഷം രൂപയോളം വാടക കിട്ടും. അതിന് 25,000 രൂപ ചെലവൊക്കെ പോയാലും പിന്നെ ഒരു 3 ലക്ഷം രൂപയോളം നമുക്ക് ബാക്കിയുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് തന്നെ നമുക്കൊരു വർഷത്തിൽ 30 ലക്ഷം രൂപയോളം നമുക്ക് വർഷത്തിലെ വരുമാനമുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 3 മുതൽ 5 വർഷം കൊണ്ട് ഈ കോട്ടേജ് വാങ്ങാനായിട്ട് മുടക്കുന്ന പൈസ അത് മുടക്കിയ ആൾക്ക് ഫുള്ളായിട്ട് തിരിച്ചു കിട്ടും ഒരു 3 മുതൽ 5 വർഷത്തിനുള്ളിൽ. അപ്പൊ 2 ബെനിഫിറ്റ് ആയില്ലേ? മൂന്നാമത്തെ ഒരു ബെനിഫിറ്റ് ആണ് ഇതിന്റെ പ്രോപ്പർട്ടി അപ്രീസിയേഷൻ, റിയൽ എസ്റ്റേറ്റ് ബെനിഫിറ്റ്. നിങ്ങളുടെ പേരിൽ രജിസ്റ്റർ ചെയ്ത പ്രോപ്പർട്ടിയാണല്ലോ, ഭൂമി നിങ്ങളുടെ പേരിലാണല്ലോ. അപ്പൊ നിങ്ങൾക്ക് വേണമെങ്കിൽ ഭാവിയിൽ വിൽക്കണം എന്ന് തോന്നി വിൽക്കാം. അങ്ങനെ വിൽക്കുമ്പോൾ ഇതിന്റെ പ്രോപ്പർട്ടി അപ്രീസിയേഷൻ എന്ന് പറയുന്നത് വെരി ഹൈ ആണ്. എങ്ങനെയാണെങ്കിലും നമുക്ക് ലാഭമുള്ളൂ. യെസ്, 3 രീതിയിലുള്ള ബെനിഫിറ്റ് ഉണ്ട്. അത് കയ്യിൽ ഒരുപാട് പൈസ ഉള്ള ആൾക്കാർക്ക് ഒന്നോ അതിൽ കൂടുതൽ എണ്ണം ഒരുമിച്ച് മേടിക്കാം. ചെറിയ പൈസ കയ്യിലുള്ള ആൾക്കാർക്കാണെങ്കിലും അവർക്ക് ഇതിൽ 1, 2, 5, 10 ഷെയർ എടുത്തുകൊണ്ടും ഈ ഒരു പ്രൊജക്ടിന്റെ പാർട്ണർ ആവാനും കൂടെ സാധിക്കും.
ഒരു റിസോർട്ട് എന്തായാലും സ്വന്തമായിട്ട് വാങ്ങാൻ എല്ലാവർക്കും പറ്റണമെന്നില്ല. പക്ഷെ 1 ലക്ഷം രൂപയ്ക്ക് അതിന്റെ ഒരു പാർട്ട്ണർ ആവാന്ന് പറയുന്നത് ഒരു ചെറിയ കാര്യമല്ല. 1 ലക്ഷം രൂപ കയ്യിലുള്ള ആൾക്കാർക്ക് പോലും ഈ ഒരു പ്രൊജക്ടിന്റെ ഭാഗമായിക്കൊണ്ട് തന്നെ ഒരു ബിസിനസ്സിലേക്ക് വേണമെങ്കിൽ എൻട്രി എന്നും കൂടെ വേണമെങ്കിൽ പറയാം. ഫാമിലും ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇന്റഗ്രേറ്റഡ് ഫാമിംഗ് ഇപ്പൊ അടുത്തൊരു പ്രൊജക്റ്റിൽ 12 ഏക്കറിൽ ഇപ്പൊ പണി നടക്കും. അവിടെയാണ് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്തിട്ട് അവിടെയും 1 ലക്ഷം മുതൽ ഇൻവെസ്റ്റ് ചെയ്യാം. കംപ്ലീറ്റ് പണിയൊക്കെ തീരുമ്പോഴേക്കും ഇവിടെ എന്തൊക്കെ വരും? ഇതിനകത്ത് ഒരുപാട് കോമൺ അമ്യൂണിറ്റീസ് ഉണ്ട്. കോമൺ അമ്യൂണിറ്റീസ് എന്ന് പറയുകയാണെങ്കിൽ ഇപ്പൊ നമ്മൾ ഈ റൂമിന്റെ അകത്ത് പ്രൈവറ്റ് പൂൾ ഉണ്ടല്ലോ, ഇതിനകത്ത് കൂടാതെ കോമൺ ആയിട്ടുള്ള വലിയ പൂളുണ്ട്. അത് കൂടാതെ ഇതിൽ മൾട്ടി കുഷൻ റെസ്റ്റോറന്റ് ഉണ്ട്, ഓഡിറ്റോറിയങ്ങളുണ്ട്. ഇതേ കേവിന്റെ ഡിസൈനിലുള്ള അണ്ടർഗ്രൗണ്ടിലുള്ള ഓഡിറ്റോറിയങ്ങളുണ്ട്. പിന്നെ റെയിൻ ഡാൻസ് അതിനുള്ളൊരു ഹോള്, വണ്ടർലയിലൊക്കെ പോകുമ്പോൾ കണ്ടില്ലേ, റെയിൻ ഡാൻസിനുള്ള ഹോള്, DJ ഹോള്, പിന്നെ ബോട്ടിങ്ങിനുള്ള കുളങ്ങളുണ്ട്, ബോട്ടിംഗ് നടത്താം, ഫിഷിംഗ് ചൂണ്ടിട്ട് മീനൊക്കെ പിടിക്കുക, ലൈവായിട്ട് കുക്ക് ചെയ്ത് കഴിക്കുക, ഏറുമാടങ്ങളുണ്ട്, ഹോഴ്സ് റൈഡിംഗ്, കുതിര സവാരി ഉണ്ട്, മിനി സൂ ഉണ്ട്. കുട്ടികൾക്കൊക്കെ ഒരുപാട്. നമ്മള് കുറച്ച് 2 മാസമൊക്കെ കഴിഞ്ഞ് വരുമ്പോഴേക്കും ഇവിടെ സൂ ഒക്കെ ഉണ്ടാവും. മൊത്തത്തിൽ വയനാട് വരുമ്പോ ഇവിടെ മാത്രം കറങ്ങിയാൽ തന്നെ എല്ലാം കവർ ചെയ്യാൻ തോന്നുന്നു. യോഗ, മെഡിറ്റേഷൻ ഹാള്, ആയുർവേദിക് വെൽനസ് സ്പാ, അങ്ങനെ കുറെ ആർട്ട് ഗാലറി, ലൈബ്രറി, കുട്ടികൾക്കുള്ള ഏരിയ സെപ്പറേറ്റ്, അങ്ങനെ കുറെ ഇതില് കോമൺ അമ്യൂണിറ്റീസ്. എനിക്ക് തോന്നുന്ന ഒരു ഏകദേശം 35-40 കോടി രൂപയോളം സ്പെൻഡ് ചെയ്തിട്ടുള്ള കോമൺ അമ്യൂണിറ്റീസ് തന്നെ ഈ ഒരു കോമ്പൗണ്ടിന്റെ അകത്തുണ്ട്. നമ്മുടെ ഈ ഒരു പ്രോപ്പർട്ടിയിൽ 500 മുതൽ 750 വരെ ഒരു ദിവസം അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റും. അതുകൊണ്ടുള്ള ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഡെസ്റ്റിനേഷൻ വെഡിങ്ങുകൾ നമുക്കിവിടെ കണ്ടക്ട് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ ഇന്റർനാഷണൽ കോൺഫറൻസുകൾ, IMA പോലുള്ള സംഘടനകളുടെയൊക്കെ വലിയ ഇന്റർനാഷണൽ കോൺഫറൻസുകൾ, അതുപോലെ കോർപ്പറേറ്റ് കമ്പനികളുടെ ട്രെയിനിങ് പ്രോഗ്രാമുകൾ, അതിനൊക്കെ ഇത്രയും കപ്പാസിറ്റി വേണം. 500-750 പേരെങ്കിലും മിനിമം അക്കോമഡേറ്റ് ചെയ്യാൻ സാധിക്കണം. ഇത്രയും ആളുകൾക്ക് ഡെയിലി ഭക്ഷണം കൊടുക്കണം. അപ്പൊ അതിനുള്ള ഭക്ഷണം ഉണ്ടാക്കാനുള്ള അരി മുതൽ ഇങ്ങോട്ടുള്ള പച്ചക്കറികൾ, എല്ലാ ടൈപ്പ് പച്ചക്കറികൾ, എല്ലാ ടൈപ്പ് ഫ്രൂട്ട്സ്, അതുപോലെ ചിക്കൻ, മട്ടൺ, ബീഫ്, ഫിഷ്, പ്രോൺസ്, എഗ്, മിൽക്ക്, ക്രാബ്, അങ്ങനെ എന്ത് വേണ്ട എല്ലാ സാധനങ്ങളും നമ്മളുടെ തന്നെ ഓൺ ഫാമിൽ നമ്മൾ കൃഷി ചെയ്ത് ഇന്റഗ്രേറ്റഡ് ഫാമിംഗ് കൂടെ, ഒരു ഫാമും കൂടെ ഇതിനോട് ചേർന്ന് സ്റ്റാർട്ട് ചെയ്യുന്നത് 12 ഏക്കർ. ഇവിടെ വരുന്നവർക്കൊക്കെ പോയി കാണുകയും ചെയ്യാം. നമുക്ക് അവിടെ നിന്ന് തന്നെ നാച്ചുറൽ ആയിട്ട് എല്ലാം കഴിക്കാനും കിട്ടും. യെസ്. ഇനി നിങ്ങൾക്ക് വീട്ടിൽ കുറച്ച് വായിക്കൊണ്ട് പോകണമെങ്കിൽ നമുക്ക് എക്സസ് പ്രൊഡക്ഷൻ ഉണ്ടാവും. അപ്പൊ നിങ്ങൾക്ക് വേണമെങ്കിൽ വീട്ടിലേക്ക് നല്ല ഏറ്റവും നല്ല പച്ചക്കറി, ഫ്രൂട്ട്സും മീറ്റും ഒക്കെ വാങ്ങിക്കൊണ്ട് പോകാനുള്ള സൗകര്യമുണ്ട്. അതെന്തായാലും ഭയങ്കര ഒരു പ്ലസ് പോയിന്റ് ആണ്. കാരണം ഇപ്പോഴത്തെ ജനറേഷനിലെ ഫുഡ് എന്ന് പറഞ്ഞാല് ഇങ്ങനത്തെ ഒരു നല്ല രീതിയിൽ ഫുഡ് വരിക എന്നുള്ളത് കണ്ട് എക്സ്പീരിയൻസ് ചെയ്ത് നമുക്ക് കഴിക്കാം. അതേപോലെ തന്നെ നമുക്ക് അതിലും ആ പ്രോജക്റ്റിൽ നമുക്കൊരു ഫാം ടൂറിസം എന്നൊരു കോൺസെപ്റ്റും കൂടി ഉണ്ട്. ഈ കൃഷിനെ സ്നേഹിക്കുന്ന അല്ലെങ്കിൽ കൃഷിയോട് താല്പര്യമുള്ള ആളുകൾക്ക് അത് കണ്ട് ആസ്വദിക്കാനും അത് കണ്ട് പഠിക്കാനും ഇതുപോലെ വേണമെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാലോ. നിങ്ങൾക്ക് ഒരു 50 സെന്റ് സ്ഥലമോ 20 സെന്റ് സ്ഥലമോ 1 ഏക്കർ സ്ഥലമോ ഒക്കെ നിങ്ങൾക്ക് നാട്ടിലുണ്ടെങ്കിൽ ഞങ്ങൾ തന്നെ ഇതേപോലുള്ള ഇപ്പൊ ഇവിടെ കാണുന്ന 12 ഏക്കറിന്റെ മിനിയേച്ചർ നിങ്ങൾക്ക് വേണ്ടി സെറ്റ് ചെയ്യും. കൂടാതെ ഒരു സാൻഡൽവുഡ് റിസർച്ച് സെന്റർ. ഈ ചന്ദനം എന്ന് പറയുന്നത് ലീഗലാക്കിയിട്ട് കുറച്ച് വർഷങ്ങളായിട്ടുള്ളൂ. സാധാരണ ആളുകൾക്ക് നടാനും വളർത്താനും കൃഷി ചെയ്യാനും അതിലൂടെ വലിയ വരുമാനം ഉണ്ടാക്കാനൊക്കെ സർക്കാരിന്റെ അനുമതികളൊക്കെ ആയി തുടങ്ങിയിട്ട് വളരെ കുറച്ച് വർഷങ്ങളായിട്ടുള്ളൂ. അപ്പൊ ഈ ചന്ദനത്തെ കുറിച്ച് കൂടുതൽ പഠനങ്ങൾ നടത്തുന്നത്, റിസർച്ച് നടത്തുന്നത് ഇന്ത്യയിൽ ഒരേ ഇൻസ്റ്റിറ്റ്യൂട്ടേ ഉള്ളൂ. ബാംഗ്ലൂർ ബേസ് ചെയ്ത് വർക്ക് ചെയ്യുന്ന IWST, ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫുഡ് സയൻസ് ആൻഡ് ടെക്നോളജി എന്ന് പറയുന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് മാത്രമേ നിലവിലുള്ളൂ. അപ്പൊ ഇന്ത്യയിൽ രണ്ടാമതായിട്ടും പ്രൈവറ്റ് മേഖലയിൽ ആദ്യമായിട്ടൊരു സാൻഡൽവുഡ് റിസർച്ച് സെന്റർ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നതും നമ്മൾ അത് ഈ ഒരു പ്രോജക്ടിന്റെ ഇന്റഗ്രേറ്റഡ് ഫാമിംഗും ഫാം ടൂറിസം പറഞ്ഞില്ലേ 12 ഏക്കറിൽ, അതിന്റെ കൂടെ തന്നെ ഈ ഒരു സാൻഡൽവുഡ് റിസർച്ച് സെന്റർ കൂടെ സ്റ്റാർട്ട് ചെയ്യും. ഓക്കെ. അപ്പൊ 3000-ഓളം ചന്ദനമരങ്ങളുള്ള ഒരു ചന്ദനക്കാട്ടില് ഒരു ഗുഹയില് വെള്ളച്ചാട്ടവും സ്വിമ്മിംഗ് പൂളും എല്ലാം ഉള്ള റൂമിന്റെ അകത്ത് വന്ന് താമസിക്കുക എന്നുള്ളതാണ് നമ്മളുടെ ഈ ഒരു കോൺസെപ്റ്റ്. അപ്പൊ നമുക്ക് പാർക്കാൻ ചന്ദന